ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഏറ്റവും പുതിയ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോകുലിനോട് എന്താണെന്ന് തിരക്കുന്ന കൺമണിയോട് അപ്പച്ചിമാരെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. അപ്പച്ചിമാരാണെങ്കിൽ ആകാംക്ഷപൂർവ്വം നിൽക്കുന്നുണ്ട്. ശേഷം അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗോകുൽ കൺമണിയോടായിട്ട് പറയുന്നുണ്ട്, ഇന്നലത്തെ കാര്യം അപ്പൊ സമ്മതിച്ചു അല്ലേ അപ്പൊ കൺമണി തിരിച്ചു പറയും, അതേടാ ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞിട്ട് കൺമണി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. കൺമണി പോയ ഉടനെ അമ്മായിമാര് ചെന്ന് ഗോകുലിനോട് നീ എന്താടാ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ക്രിസ് സാറുമായിട്ടുള്ള വിവാഹത്തിന് അപ്പച്ചിക്ക് സമ്മതമാണെന്ന് അപ്പച്ചി പറഞ്ഞത് ഇത് കേൾക്കുന്നതും അമ്മായിമാരാകെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അയ്യോ, ആ ക്രിസ് സാർ എന്നാണെങ്കിലേ മോശപ്പെട്ട സ്വഭാവക്കാരനാ, കള്ളു കുടിക്കും, പിന്നെ മറ്റുള്ള ചില സ്വഭാവങ്ങളും ഉണ്ട് അയാൾക്ക്, സിഗരറ്റ് വലിക്കും, പെൺകുട്ടികളെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ചതിച്ചിട്ടുണ്ട്. അപ്പോ ഗോകുലാണെങ്കിലും അയ്യോ ആണോ, ഇത്തരം സ്വഭാവമുള്ള ഒരാളാണ് ക്രിസ് സാറെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഗോകുല് പറയുന്നുണ്ട്. അമ്മായിമാര് പറയുന്നുണ്ട് ഒരു കാരണവശാലും ക്രിസ് സാറും കൺമണിയും തമ്മിലുള്ള വിവാഹം നടക്കരുത്. പിന്നെ ആ വരുൺ എന്ന് പറഞ്ഞ ചെക്കൻ, അവൻ എന്ത് തങ്കപ്പെട്ട ചെക്കന, വരുണാണെങ്കിൽ കൺമണിക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും. അത് കേൾക്കുന്ന ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്നിട്ടാണോ നിങ്ങൾ ആ വിവാഹം മുടക്കാൻ നോക്കിയത്? അയ്യോ മോനെ, അതൊക്കെ തെറ്റിദ്ധാരണയാ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി കേട്ടോ. നീ ഏതായാലും കൺമണിയെ പറഞ്ഞ് ഒന്ന് സത്യങ്ങൾ ബോധ്യപ്പെടുത്തണേ. പക്ഷെ ഗോകുൽ പറയും, അപ്പച്ചിയാണെങ്കിൽ ഈ പലിശക്കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നിങ്ങനത്തെ ചോദിക്കുന്നതും എടാ നീ അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട, ഈ മാസത്തെ പലിശക്കാശ് ഞങ്ങൾ തന്നെ കൊടുത്തോളാം എന്നിങ്ങനെ അപ്പച്ചിമാർ ഏൽക്കുകയാണ്. എന്തായാലും ഗോകുലിന് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. താൻ വിചാരിച്ച പോലെ തന്നെ കാര്യം നടന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് ഗോകുല്. എന്നിട്ട് പറയുന്നുണ്ട്, ആണോ, എന്നാ പിന്നെ ഞാൻ അപ്പയോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ മാറ്റി പിടിക്കാൻ ശ്രമിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇന്ന് തന്നെ ആ പലിശക്കാശ് അടയ്ക്കണം. അപ്പയെ കൊണ്ട് ഞാൻ വരുണേട്ടനെ തന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് സമ്മതിപ്പിക്കാം. എങ്കിൽ നീ വേഗം തന്നെ സമയം കളയാതെ കൺമണിയുടെ അടുത്തേക്ക് ചെല്ല്. പലിശയുടെ കാര്യം അവൾ എന്തായാലും ഇനി ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങളെ ഏറ്റോളാന്ന് അവര് 3 പേരും കൂടെ പറയുന്നു. ഞങ്ങളോടാ കളി, എന്റെ ഈശ്വര, ഇനിയിപ്പോ കൺമണിയും കൃഷിയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അവൾ ആരായനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചിമാര് ചിരിക്കുന്നുണ്ട്. അതേസമയം ഗോകുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണ് നടന്നത് എന്നിങ്ങനെ. പിന്നീട് കാണിക്കുന്നത് കൺമണി കൃഷ്ണന്റെ വീട്ടിലേക്ക് വരികയാണ്. കൃഷ്ണന്റെ വീട്ടിലാണെങ്കിൽ ഒരു സെലിബ്രേഷൻ മൂഡാണ്. അത് കാണുമ്പോ കൺമണി ചിന്തിക്കുന്നുണ്ട്, ഇതിപ്പോ ആരുടെ ബർത്ത്ഡേ ആയിരിക്കും, കൃഷ് സാറിന്റെ ആണോ അതോ സാഗർ സാറിന്റെ ആണോ? അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഈ കൃപയാണെങ്കിൽ മുഖത്തൊരു സിംഹത്തിന്റെ മാസ്ക് ഒക്കെ വെച്ചിട്ട് കൺമണിയെ വിളിക്കുന്നത്. സൂപ്പർ കൺമണി അവിടെ നിൽക്ക്. കൺമണിയാണെങ്കിൽ ആരാണെന്നുള്ള മട്ടില് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഉടനെ കൃപ ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായില്ലേ ഈ ലയണ്ണെ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ആ സമയം കൃപ മുഖം മൂടി മാറ്റി പറയുന്നുണ്ട്, ഞാനേ കൃഷിന്റെ ഏറ്റവും ഇളയ സഹോദരിയാ, എന്റെ പേര് കൃപ എന്നിങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, ഞാനിവിടെ ഇല്ലായിരുന്നു, ഇന്നത്തെ ബർത്ത്ഡേ കുട്ടിയാ ഞാൻ. ഇത് കേൾക്കുന്ന കൺമണിയും കൃപയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട്. താങ്ക് യു കൺമണി. എന്തായാലും കൺമണി മുകളിലോട്ട് പോകാൻ തുടങ്ങുന്നത് കാണുമ്പോൾ അല്ല നിൽക്ക്, എവിടെ പോന്നേ എന്നിങ്ങനെ കൃപ തിരക്കുമ്പോ അല്ല ഇന്നെനിക്ക് ഒരുപാട് ജോലി തിരക്കുകളുണ്ട് അങ്ങനെയും പറഞ്ഞ് കൺമണി മുകളിലോട്ട് പോകാൻ നേരത്ത് അവിടെ പിടിച്ചു നിർത്താണ് കേട്ടോ കൃപ. അവിടെ നിൽക്ക്, ഇന്ന് ജോലി ഒന്നും ചെയ്യണ്ട. ഇന്ന് ജോലി ചെയ്തില്ല എന്ന് വെച്ചിട്ടേ കൊച്ചു മുതലാളി ഒന്നും പറയില്ല അല്ലേ കൃഷ് സാറേ എന്ന് കൃഷ്ണനോടായിട്ട് കൃപ ചോദിക്കുമ്പോ കൃഷാണെങ്കിൽ ഗൗരവത്തിൽ തന്നെ നിൽക്കുവാണ്. ഇതേ സമയം സുജയും മാനസയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. മാനസയോടായിട്ട് കൃപ, ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഈ കൺമണിയെ നമുക്കങ്ങ് പ്രഖ്യാപിച്ചാലോ, നമ്മുടെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതല്ലേ എന്ന് പറയുമ്പോ മാനസിക്കാണെങ്കിലും സന്തോഷാവുന്നുണ്ട്. ഇത് എന്റെ കുട്ടിയാണ്, ഇവള് കാരണം തന്നെയാണ് എന്റെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് സുജയും പറയുന്നു. പിന്നീട് ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. സാഗറാണ് ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ കൺമണിയും അവിടെ എത്തുന്നുണ്ട്. ഇന്ന് കേക്ക് കട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് 2 വാക്ക് ഒരാൾ സംസാരിക്കണം. ഇവിടെയുള്ള എല്ലാവരും എന്നെക്കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ കൺമണി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൺമണി തന്നെ ആയിക്കോട്ടെ. കൺമണി പറയുന്നുണ്ട്, സ്നേഹം അതിനാണ് ഞാൻ കൂടുതൽ മൂല്യം കൊടുക്കുന്നത്. സ്നേഹം നമുക്ക് മേടിക്കാൻ കിട്ടില്ല, പക്ഷെ നമ്മളാണെങ്കിൽ എല്ലാവരെയും തിരിച്ച് സ്നേഹിക്കണം. 5 മിനിറ്റ് ആയതേ ഉള്ളൂ ഞാൻ കൃപയെ പരിചയപ്പെട്ടിട്ട്, പക്ഷെ ഈ കുട്ടിയെ ജന്മത്തിൽ ഞാൻ മറക്കില്ല, അത്രമാത്രം എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ കൺമണി ഇങ്ങനെ കൃപയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൃപയ്ക്കാണെങ്കിലും കൺമണിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിൽ കൺമണിയുടെ കവിളിൽ അവൾ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്റെ ഈശ്വര, ഇവളെയും ഈ കൺമണി കയ്യിലെടുത്തോ എന്നുള്ള മട്ടിലാണ് കൃഷ്ണ നിൽക്കുന്നത്. പിന്നീട് കൃപ കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് എല്ലാം കട്ട് ചെയ്ത് ആദ്യം തന്നെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നു. 3ാമത് കൊടുക്കുന്നത് കൺമണിക്കാണ്. എന്തായാലും ആ ഒരു സന്തോഷം കണ്ട് കൃഷിന് മാത്രം സന്തോഷിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിയുന്നു. അതിനുശേഷം കാണിക്കുന്നത് സുജയാണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരാളോട് വിളിച്ച് പറയുന്നുണ്ട്. സാഗരപ്പതിക്ക് ഒരു കഷ്ണം കേക്കുമായിട്ട് വരുമ്പോ ആഹാ കേക്ക് എന്ന് പറഞ്ഞിട്ട് സുജ കഴിക്കാൻ
തുടങ്ങുന്നതും ഇന്നെങ്കിലും എനിക്ക് താൻ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നിട്ടും താൻ അതെന്റെ വായ്ക്കുള്ളിൽ വെച്ച് തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ് സാഗർ. അപ്പോ സുജ ചോദിക്കുന്നുണ്ട്, സാഗറെ ഷുഗർ എത്രയാണെന്നാ വിചാരം? ഓ, റൊമാൻറ്റിക് ആയിട്ട് വന്നപ്പോ നിന്റെ ഒരു ഷുഗർ, ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും എന്നിങ്ങനെ സാഗർ പറയുന്നത് കേട്ട് സുജ പറയുന്നുണ്ട്, എന്റെ സാഗറെ, നമ്മുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ? ഒരുപാട് കാലം നമുക്ക് പ്രണയിച്ചിങ്ങനെ ജീവിക്കണ്ടേ? അതിന് ഷുഗർ നോക്കണമെന്നാ ഞാൻ പറഞ്ഞത്. പിണങ്ങണ്ട കേട്ടോ, ഇതാ കഴിക്കെന്ന് പറഞ്ഞ് സുജ സാഗറിന്റെ വായിൽ വെച്ച് കൊടുക്കാൻ നോക്കുമ്പോ സാഗർ ആണെങ്കിലും വാ തുറക്കുന്നുണ്ട്. ശേഷം സുജ കുറച്ച് കേക്ക് അയാളുടെ വായ്ക്കുള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ അവരുടേതായ സന്തോഷ നിമിഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ് അവിടെ. ഇതേ സമയം സുജ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കൃഷിന്റെ ആ എൻഗേജ്മെന്റ് റിങ് പൂജിക്കാൻ കൊടുത്തിട്ട് അത് പോയി മേടിച്ചില്ലല്ലോ എന്ന്. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി എന്ന് പറയുന്നുണ്ട് സാഗരം. വേഗം തന്നെ പോയി മേടിക്കുന്നു പറഞ്ഞ് സുജ സാഗറിനെ പറഞ്ഞയക്കുന്നുണ്ട്. കൃപയാണെങ്കിൽ പായസമായിട്ട് കൃഷിന്റെ അടുത്തേക്ക് വരുന്നു. കൃഷി ചോദിക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളോ, ബാക്കി എവിടെയെന്ന്? അതെ, അടുക്കളയിൽ നിന്ന് ഞാൻ ഇതുവരെ എത്തിയില്ലേ, അതിന്റെ കൂലി ഞാനിങ്ങ് എടുത്തു എന്ന് പറയുന്നുണ്ട് കൃപ. ഓ, ഇങ്ങനെ ഒരു പായസ കൊതിച്ചി എന്നിങ്ങനെ കൃഷി പറഞ്ഞ് പായസം കുടിക്കാൻ തുടങ്ങുകയാണ്. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് കൃപ പോകാൻ തുടങ്ങുമ്പോ, നീ അവിടെ നിൽക്ക്, ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട് എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കൺമണിയില്ലേ, നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യുന്ന കുട്ടി, നമ്മളെക്കാൾ എത്രയോ താഴ്ത്ത നിലയിലുള്ളതാണ് ആ കുട്ടി. അങ്ങനെയുള്ള ആ കുട്ടിയായിട്ട് നീ വലിയ കൂട്ടൊന്നും വേണ്ട കേട്ടോ. പക്ഷെ കൃപ പറയുന്നുണ്ട്, താൻ എന്തിനാടോ ആ കൺമണിയെ ഇങ്ങനെ വില കുറച്ച് കാണുന്നത്? നമ്മൾ സാഗറിന്റെയും സുജിയുടെയും മകളും മകരുമാണ്. ഇങ്ങനെയാണോ അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? മറ്റുള്ളവർക്ക് സ്നേഹവും കരുതലും കൊടുത്ത് അവരോട് പെരുമാറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയാൻ ആരാണ് അധികാരം തന്നത്? കൃഷി എന്നു മുതലാ കൺമണിയെ ഇങ്ങനെ വില കുറച്ച് കാണാൻ തുടങ്ങിയതേ? കൺമണിയുണ്ടല്ലോ, അവളെ സൂപ്പർ കൺമണിയാ. ആ കുട്ടി താഴ്ത്ത തട്ടിൽ നിന്ന് വന്നു പോലും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തനിക്ക് എങ്ങനെയാടോ കഴിയുന്നത്? എന്നാലും തന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ കരുതിയത്. മറ്റുള്ളവരെ കുറിച്ച് വിലയിടാൻ നമുക്കെന്താ അവകാശവും അധികാരവും ഉള്ളത്? അത് നമ്മളല്ല വിലയിടേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കൃപകൃഷ്ണന്. വീണ്ടും പറയുന്നുണ്ട്, താൻ ഇവിടെ നിന്നേ 17-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ട്. ഞാനാണെങ്കിൽ ആ ഒരു എൻഗേജ്മെന്റ് ദിവസം മാനസ ചേച്ചിക്ക് ഇടാനുള്ള ഡ്രസ്സ് കൺമണിയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ഡിസൈൻ എന്റെ മനസ്സിലുണ്ട്, അത് ഞാൻ കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തിൽ തന്നെ പോകുന്നുണ്ട് കൃഷിന്റെ അടുത്ത് നിന്ന്. കൃപയുടെ വായിൽ നിന്ന് നല്ലത് കിട്ടിയപ്പോ കൃഷ് ആണെങ്കിലും അടി കിട്ടിയതുപോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം പൂണ്ട കൃഷ് ആണെങ്കിൽ ഉടനെ തന്നെ മഹിയെ വിളിക്കുന്നു. എന്നിട്ട് മഹിയോടായിട്ട്, നീ ഇങ്ങോട്ടൊന്നും കൂടുതൽ പറയണ്ട, ദേ ഈ കുരിപ്പില്ലേ, അതിനെ എത്രയും വേഗം തന്നെ ഇവിടുന്ന് എടുത്തിട്ട് പോക്കോണം. അപ്പൊ മഹി ചോദിക്കുന്നുണ്ട്, അതാരാടാ? വേറെ ആരുമല്ല, ആ കൺമണി. അതെന്താടാ അങ്ങനെ? അപ്പൊ കൃഷി പറഞ്ഞു കൊടുക്കും, ദേ ഈ വീട്ടിൽ വന്ന കൃപയെ പോലും അവളുടെ ഫാനാക്കി മാറ്റി വെച്ചിരിക്കുക. ഇതൊക്കെ എനിക്ക് ഒട്ടും സഹിക്കുന്നില്ലടാ. മഹിയപ്പ പറയുന്നുണ്ട്, എടാ നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒരു വഴിയുണ്ട്. പക്ഷെ മഹിയുടെ വാക്കുകളൊന്നും കേൾക്കാൻ കൃഷിന് ക്ഷമയില്ല. നിന്റെ ഒരു വഴിയും കേൾക്കണ്ടെന്ന് പറഞ്ഞ് കൃഷ് ആ ഫോൺ ദേഷ്യത്തോടെ കട്ട് ചെയ്യുന്നു. അതേസമയം കൃപ പറയുന്നുണ്ട്, ഞാൻ എന്റെ നാത്തൂന് വേണ്ടിയേ 2-3 ഡിസൈൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇതൊക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോ സുജ പറയുന്നുണ്ട്, അത് ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മാനസയ്ക്കാണ്. അപ്പൊ മാനസ പറയുന്നുണ്ട്, അത് വേണ്ട, എന്റെ നാത്തൂനും എന്റെ അനുജത്തിക്കുട്ടി കൺമണിയും തന്നെ എനിക്കൊരു ഡിസൈൻ തെരഞ്ഞെടുത്തോട്ടെ, എനിക്കത് സമ്മതമാണ്. ഇതൊക്കെ കണ്ടിട്ട് ആന്റിയമ്മ സുജിയോടായിട്ട്, എടി സുജി, ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഇരിക്കണ്ട, നമ്മളൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി, നമുക്ക് അങ്ങ് പോവാന്ന് പറഞ്ഞു വിളിക്കുമ്പോ, എന്താ ആന്റി ഇത്, നമ്മളും വിട്ടുകൊടുക്കൊന്നും വേണ്ട. അതേസമയം മാനസ മനസ്സിൽ പറയുന്നത്, കൃഷി എന്തായാലും ഇപ്പൊ റൂമിൽ തനിച്ചായിരിക്കും, ഞാനിപ്പോ അങ്ങോട്ടൊന്ന് ചെന്നേക്കാന്ന്. ശേഷം അവരോടായിട്ട് കള്ളം പറയുന്നുണ്ട്, എനിക്ക് 2-3 കോൾസ് വിളിക്കാനുണ്ട്, ഞാൻ ഇപ്പോ വരാമെന്ന്. ഇതിനിടയിൽ കൺമണിക്ക് 2-3 ഡിസൈൻസ് ഒക്കെ കൃപ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കൺമണി കൊള്ളാന്ന് പറയുന്നുണ്ട്. കൃഷാണെങ്കിൽ ഇവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ, എങ്ങനെയെങ്കിലും കൺമണി ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് മാനസ അങ്ങോട്ട് വന്നിട്ട് കൃഷ്ണനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കൃഷ്ണൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ കാണിക്കുന്നത്? ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, മര്യാദയ്ക്ക് പോവാൻ നോക്കാന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട്, ഇല്ലെന്നേ, ആൾക്കാരില്ലാതെ ആരും കാണാതെ ആരുടെയും ശല്യമില്ലാതെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയാണ്, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ കൃഷ്ണനാകെ ദേഷ്യമാകുന്നുണ്ട്. മാനസ ചോദിക്കുന്നുണ്ട്, എന്നോട് ഐ ലവ് യു പറയോ? എടീ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്, അതിന് പറ്റിയ സാഹചര്യം ഒന്നുമല്ലേ ഇപ്പോ എന്നൊക്കെ പറഞ്ഞ് മാനസയെ ആട്ടി അകറ്റാൻ ശ്രമിക്കുന്നുണ്ട് കൃഷ്. പക്ഷെ മാനസ വീണ്ടും പ്ലീസ് കൃഷ് എന്നൊക്കെ പറഞ്ഞ് കൃഷിനെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുമ്പോ വാതിലില് ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ദേ ആരോ വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് മാറെന്ന് പറഞ്ഞ് മാനസി അങ്ങോട്ട് പിടിച്ച് തള്ളി മാറ്റിയിട്ട് കൃഷി ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. കൺമണിയാണ് നിൽക്കുന്നത്. കൺമണി ചോദിക്കുന്നുണ്ട്, എൻഗേജ്മെന്റിന് സാറിനിടാനുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് അളവിനായിട്ട് തരുമോ എന്ന്. പക്ഷേ കൃഷ്ണനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ദേഷ്യത്തില് കൺമണി ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. കൺമണിയാണെങ്കിൽ മാനസയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്, സോറി മാഡം, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്. മാനസയാണെങ്കിലും തിരിച്ച്
സോറി, ദേ നീ ആയിപ്പോയി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഞാൻ ശപിച്ച് ഭസ്മമായിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ പ്രണയത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് നീ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് വന്നത്. എന്തായാലും ഞാൻ ഇപ്പോഴത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത വട്ടം ഇതുപോലെ വന്നാലേ സുട്ട് കളയും എന്ന് പറഞ്ഞിട്ട് അവളുടെ മൂക്കിൽ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, ഇനിയിപ്പോ വിവാഹം കഴിക്കാൻ പോവുകയല്ലേ. ഇനി ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാവും. വിവാഹം കഴിയുന്നതിന് മുമ്പ്, താലി കെട്ടുന്നതിന് മുമ്പ് കുറച്ച് സമയങ്ങളുണ്ടല്ലോ. ആ സമയത്തുള്ള പ്രണയമാണ് ഏറ്റവും നല്ലതെന്ന് മാനസയും പറയുന്നു. അപ്പോ കൺമണിയാണെങ്കിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കൃഷ് അത് പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിയുന്നു. സാർ ഇത് എന്താ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് കൺമണി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.